ഹായ് ഫ്രണ്ട്സ്, KMS ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പടുതാക്കളം എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് പറയുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് എൻ്റെ പടുതാക്കളം. ഈ കുളത്തിന് 4 മീറ്റർ നീളം, 1.5 മീറ്റർ വീതി, 1.5 മീറ്റർ ആഴമാണുള്ളത്. ഈ കുളത്തിൽ ഞാൻ 200 GSM ടാർപ്പായാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കുളം ഞാൻ തന്നെയാണ് 1-2 ദിവസം കൊണ്ട് ചെയ്തു തീർത്തത്. കുളമെടുക്കുമ്പോൾ കുളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ച് ആഴം ജാസ്തി വെക്കുക. എന്തിനാണെന്ന് വെച്ചാൽ കുളത്തിൽ വരുന്ന വേസ്റ്റ് ഒക്കെ നമുക്ക് പിന്നെ ഒരു സമ്മർദ്ദ പമ്പ് ഉപയോഗിച്ചിട്ട് അടിച്ച് ഒഴിവാക്കി കളയാൻ പറ്റുന്നതാണ്. കുളം കുഴിച്ചതിന് ശേഷം ഒരു വെയിറ്റുള്ള മരക്കൊള്ളിയോ എന്തെങ്കിലും എടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചമർത്തുക. എന്തിനാണെന്ന് വെച്ചാൽ കുളത്തിനകത്ത് കൂർത്ത കല്ലുകളും അല്ലെങ്കിൽ വേരുകളൊക്കെ പൊന്തി കിടക്കുന്നുണ്ടാവും. ഒന്ന് അടിച്ചമർത്തുക. എന്തിനാണെന്ന് വെച്ചാൽ ടാർപ്പായി കീറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളും പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കുകളൊക്കെ ഇതിൽ നിക്ഷേപിക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് വെക്കുക. എന്തിനാണെന്ന് വെച്ചാൽ ടാർപ്പായി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതിൽ ഉപയോഗിച്ചത് സിമെൻറ്റിൻ്റെ ചാക്കാണ്. സിമെൻറ്റിൻ്റെ ചാക്ക് അടുക്കി വെക്കുക. എന്നിട്ട് ശേഷം ടാർപ്പായി ഇടുക. ടാർപ്പായി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം പിടിച്ച് അത് കഴുകി ഒഴിവാക്കുക. നല്ല വൃത്തി കഴുകിയിട്ട് ഒരു സർഫോ എന്തെങ്കിലും ഇട്ടിട്ട് കഴുകി ഒഴിവാക്കുക. ഒഴിവാക്കിയതിന് ശേഷം ഇതിന് 1.25 മീറ്ററിന് മേലെ വെള്ളം പിടിക്കുക. വെള്ളം പിടിച്ചതിന് ശേഷം ഒരു ബക്കറ്റിൽ ചാണകവെള്ളം കലക്കുക. എന്നിട്ട് കുറച്ച് സമയം വെച്ചാൽ അത് തെളിയും. തെളിഞ്ഞതിൻ്റെ മേലെയുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. പിന്നെ ഇത് ഏകദേശം ഒരു 4 ലിറ്റർ വെള്ളമുണ്ട്. ഇതിന് ഞാൻ 4 പാക്കറ്റ് അയഡിനില്ലാത്ത ഉപ്പാണ് ചേർത്തത്. 1/2 ലിറ്ററിന് 1 പാക്കറ്റ് ഉപ്പ് എന്ന കണക്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ ഒരു ചെറിയ നെറ്റ് ഇട്ടിട്ടുണ്ട്. നെറ്റ് എന്തിനാണെന്ന് വെച്ചാൽ മറ്റേ തവള, ഇഴജന്തുക്കൾ അങ്ങനെയൊന്നും ഇതിലേക്ക് വന്ന് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സൈഡിൽ കുറച്ച് മണ്ണ് ചാക്ക് നിറച്ച് വെച്ചിട്ടുണ്ട്. മഴ പെയ്ത് ചളി ഇതിലേക്കൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു നീല നെറ്റ് ഇതിൻ്റെ മേലെ ഇട്ടിട്ടുണ്ട്. സൂര്യപ്രകാശം നേരിട്ട് അടിക്കേണ്ട. പിന്നെ കാറ്റത്ത് മറ്റേ മരത്തിൻ്റെ പൊടികളും ഇലകളൊന്നും വന്ന് വീഴണ്ട. ഈ കുളത്തിലേക്ക് എന്തെങ്കിലും വന്ന് വീണാൽ പിന്നെ അമോണിയ ആയിട്ട് അത് മീൻ കുഞ്ഞുങ്ങൾക്ക് ദോഷം ചെയ്യും. അതുകൊണ്ടാണ്. പിന്നെ ഞാനിതിൽ കുളവാഴ വെച്ചിട്ടുണ്ട്. കുളവാഴ കുളത്തിൻ്റെ അകത്താണുള്ളത്. കുളത്തിൻ്റെ അകത്ത് ഒരു കല്ലിന് കെട്ടിയിട്ട് വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഒരു അമോണിയ കുറയ്ക്കാൻ വേണ്ടി നല്ലതാണ്. പിന്നെ ഒരു എയർ ഫിൽട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെള്ളം ഒരാഴ്ച നിറച്ചിട്ടതിന് ശേഷം നമുക്ക് pH ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് മീൻ കുഞ്ഞുങ്ങളെ ഇറക്കാൻ പറ്റുന്നത്. pH നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ഈ പടുതാക്കുളം ഞാൻ നിർമ്മിച്ചത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.